കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താടി, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അവൻ ഇനി നിന്റെ വിളി കാത്തിരിക്കാനൊന്നും പോകുന്നില്ല. മേലിൽ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. അറ്റുപോയ ബന്ധുവാ നിന്റെ അവന്റെ. പിന്നെ ആരെയാണെന്ന് വെച്ചാ നീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ, എന്നിട്ട് അവന്റെ തോളിൽ തൂങ്ങിക്കോ. എന്റെ മോന് നിന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി മാറ്റമില്ലടി. അവന് ഭാര്യയെന്ന് വിളിക്കാൻ ഒരാളുണ്ടാവും, പക്ഷേ അത് നീയായിരിക്കില്ല. ആ, അതുപോലെ തന്നെ മേലാൽ അവന്റെ ഫോണിലേക്ക് നീ വിളിക്കുവാണെങ്കിൽ കേൾക്കുന്നത് എന്റെ ശബ്ദമായിരിക്കും. മറക്കണ്ട, നാണം കെട്ടവളെ. എന്താ, ലാലേട്ടന്റെ അമ്മയാണോ ഫോൺ എടുത്തേ? അതെ. ഓ, എന്നാൽ ഇങ്ങനെ ഒരു ദുഷ്ടം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. മോന്റെ ഫോൺ കൈക്കലാക്കി വെച്ചിരിക്കാം, നീ വിളിക്കുകയാണെങ്കിൽ എടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ വിളിക്കുന്നില്ലെന്ന്. എല്ലാ അർത്ഥത്തിലും നീ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തില. പക്ഷെ അങ്ങേരെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിന്റെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞ് നിന്നെ വിവാഹം കഴിച്ച സ്ഥിതിക്ക് അങ്ങേരെ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. നീ എന്താ രചന ഇങ്ങനൊക്കെ പറയുന്നേ? ഞാനാ പറഞ്ഞത് അമ്മയ്ക്കൊപ്പം ലാലേട്ടൻ പൊയ്ക്കോളാൻ. സാഹചര്യം അതായതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞു. എന്റെ ദീപേ, ഇങ്ങനെയുള്ള അമ്മമാര് ജീവിച്ചിരിക്കണോ അതോ മരിക്കണോ? അവര് കത്തി തീരുന്നതായിരുന്നു നല്ലത്. എങ്കിൽ അകന്ന് തീരുന്ന പലരും ഇപ്പൊ ഒന്നിച്ചേനെ. ലാലേട്ടന്റെ ഏട്ടൻ ഉൾപ്പെടെ എല്ലാരും നിങ്ങൾക്ക് സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റിയേനെ. എങ്കിലും കത്തി തീർന്ന ലാലേട്ടന്റെ അമ്മ എന്നും അവർക്കൊരു വേദനയായിരിക്കില്ലേ? അവര് ജീവിച്ചിരുന്ന അവർക്കാർക്കും വേദനയില്ലേ? നീ നോക്കിക്കോ, മിക്കവാറും അവരെ പോലൊരു അമ്മ മോനെ കൊണ്ട് വേറെ കെട്ടിക്കും. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തല വഴി മണ്ണെണ്ണ ഒഴിച്ചിട്ട് മോനോട് വേറൊരുത്തിയെ കെട്ടാൻ പറഞ്ഞ ലാലേട്ടൻ അത് അനുസരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നീ നേരെ കോടതിയിലോട്ട് പോണം. എന്നിട്ട് ഈ ബന്ധം പിരിയാതെ വേറൊരു കല്യാണം നടത്തുന്നതിന്റെ പേരില് നിനക്ക് ആ ചടങ്ങ് തടയാൻ പറ്റും. ഞാനൊന്നിനുമില്ല. ലാലേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനൊപ്പം നിൽക്കും. അങ്ങനെ രണ്ടാമത് കെട്ടുവാണെങ്കിൽ അതിനെ നീ അംഗീകരിക്കോ? എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം ലാലേട്ടൻ അത് ചെയ്യില്ല. പിന്നെ അമ്മയ്ക്ക് കീഴടങ്ങേണ്ടി വരികയാണെങ്കിൽ അത് വിധിയാണെന്ന് ഞാൻ കരുതും. ഷോറൂമിലേക്ക് പോവാണോ? അമ്മയിലേ പോവാൻ പറഞ്ഞേ. അതെ, ഉറപ്പായിട്ടും നീ അവിടേക്ക് പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പോയി കഴിഞ്ഞാ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോഴേ നിനക്ക് കൂട്ടിന് ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. അതാരാ? ആ, ദേ വരുന്നു ആള്. ഇവളോ? എന്താടാ ഇവക്ക് കുഴപ്പം? ഇനിയിപ്പൊ നീ കഴിഞ്ഞാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവളായിരിക്കും. ഇവളെന്തറിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നേ? അങ്ങനൊന്നും പറയണ്ട. ഞാനൊരു MBA സ്റ്റുഡന്റാ. എനിക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നല്ല ബോധമുണ്ട്. നീ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, എവിടെയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇവളിപ്പൊ നിന്റെ കൂടെ വരുന്നത്. നീ ഇവൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അഥവാ നീ ഇപ്പൊ അവിടെ ഇല്ലെങ്കിലും ഇവള് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ആ, ഇടയ്ക്ക് നീ ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ പോകുന്നതല്ലേ? ആ സമയത്ത് ഇവള് കമ്പനി നോക്കിക്കോളൂന്നാ പറഞ്ഞത്. അതിന് ഞാനൊരു സൂപ്പർവൈസർ അവിടെ വെച്ചിട്ടുണ്ട്. സൂപ്പർവൈസറെ വെച്ചോ?
എനിക്ക് അതിനു മുകളിലുള്ള പോസ്റ്റ് തന്നാ മതി. MDക്ക് താഴെയുള്ള ജൂനിയർ MD. ആ അതെ. എടാ ശമ്പളം കുറച്ചു കൊടുത്താ മതി. ഇനിയിപ്പൊ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവളുടെ കല്യാണം നീയാണല്ലോ നടത്തുന്നത്. അപ്പൊ പിന്നെ ഇവള് ജോലി ചെയ്ത് നിന്നെ ഒന്ന് സഹായിക്കട്ടെ. ജയ, നീ അവിടെ പോയാ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടില് ഇവള് നിനക്കൊപ്പം താമസം തുടങ്ങും. നിന്റെ നിഴലായിട്ട് അവളും അവിടെ കാണും. എന്ന് വെച്ചാ ഏട്ടന്റെ ബോഡി ഗാർഡായിരിക്കും ഇനി ഞാനെന്നർത്ഥം. ഏട്ടൻ എവിടെ പോയാലും എന്റെ കണ്ണുകൾ ഏട്ടനെ ഫോളോ ചെയ്യും. നിങ്ങൾക്കെന്താ വട്ടാണോ? ഞങ്ങൾക്കൊക്കെ വട്ട് പിടിക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ ഒരു കാരണവശാലും ഫോൺ ചെയ്തു പോലും അവളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഇന്ന് ഷോറൂമിലേക്ക് പോവാൻ പറഞ്ഞപ്പോ അവൻ ആകെ സന്തോഷിച്ചു കാണും. അവിടെ ചെന്നു കഴിഞ്ഞാ അവൾക്കൊപ്പം ചുറ്റിത്തിരിയാവുന്നായിരുന്നു ഇവന്റെ വിചാരം. അവളെ ഒന്ന് കാണാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ലടാ. നീ അവിടെ ഉള്ളപ്പോ എന്റെ ചാരുമോളും നിന്റെ ഒപ്പം കാണും. നീ ഇങ്ങോട്ട് വരുമ്പോ അവളും കൂടെ വരും. ഇനി മുതൽ അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവളുടെ കല്യാണം കഴിയുമ്പോ കാർത്തി ഉണ്ടല്ലോ അവിടെ. അവന് ഭാഗ്യലക്ഷ്മിയോടും അവളുടെ മക്കളോടും തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട്. അപ്പൊ പിന്നെ വേണ്ട കാര്യങ്ങള് വേണ്ട വിധത്തിൽ അവൻ ചെയ്തോളും. എന്തിനാ എന്നെ ഇങ്ങനെ തളച്ചിടുന്നത്? ഹാ, അങ്ങനെ തളച്ചില്ലെങ്കിലേ തളച്ചിടേണ്ട ഒരുത്തിക്കൊപ്പം ഏട്ടൻ ഒരു തെണ്ടൂന്നാ അമ്മ പറഞ്ഞത്. ഇതിലും നല്ലത് ഞാൻ ഇവിടെ ഇരിക്കുന്നതായിരുന്നു. അപ്പോ കമ്പനി നിനക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടേ? എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ പണം സമ്പാദിക്കുന്നത്? എടാ, ജീവിക്കാൻ പണം വേണം. നിന്റെ അധ്വാനം തന്നെയാ ഈ വീടിന്റെ അടിത്തറ. ഇവൾക്ക് കുറച്ച് സ്വർണവും എനിക്ക് കുറച്ച് പണവും ബാങ്കിലിടാൻ സാധിച്ചെങ്കിൽ അത് നീ തന്നത് തന്നെയാ. ഈ വീട് നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോയതും നീ തന്നെയാ. അതുകൊണ്ട് നിന്റെ ജോലി അതുപോലെ തുടരണം. ഒരു കാരണവശാലും ഷോറൂം പൂട്ടാൻ പാടില്ല. ഇതൊക്കെ നീയായിരിക്കുമല്ലോ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തല്ലേ? ഒരിക്കലും അല്ലടാ. എല്ലാം ഞാൻ തന്നെ തീരുമാനിച്ചിട്ടാ ഇവളോട് പറഞ്ഞത്. പിന്നെ പെൺകുട്ടികള് വീട്ടിനകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഇവളും കൂടെ ജോലി ചെയ്യട്ടെ. അപ്പൊ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഹേമയും പ്രേമനെയും അമ്മ പുറത്താക്കിയില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക് മതി. പിന്നെ ഹേമയോടും പ്രേമനോടും ഒക്കെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. അവർ അടുത്ത നിമിഷം ഇവിടെ എത്തും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നലൊന്നും നിനക്ക് വേണ്ട. പിന്നെ രാത്രിയായാലും പകലായാലും ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയുമില്ല. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് നീ നടക്ക്. പിന്നാലെ ഇവളും കാണും. നടക്ക്. കൊള്ളാലോ. ഞാനങ്ങനെ ഇവിടേക്കൊന്നും വന്നിട്ടില്ലല്ലോ. എവിടെ എന്റെ ക്യാബിൻ? നീ പെട്ടെന്ന് എന്റെ കൂടെ ചാടിക്കറി വന്നതല്ലേ, അതുകൊണ്ട് നിനക്കിവിടെ ക്യാബിനൊന്നും ഒരുക്കിയിട്ടില്ല. എന്റെ ഏട്ടന്റെ സ്ഥാപനമാ. അപ്പൊ ഏട്ടൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം എനിക്കാ. ബിസിനസ്സും കുടുംബവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതൊരാളെ പരാജയത്തിലെ കൊണ്ടെത്തിക്കും. ഇവിടെ വന്നിട്ട് MDയുടെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഭരിക്കാൻ ശ്രമിച്ചാ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. എന്തൊക്കെ ഏട്ടൻ ഈ പറയുന്നേ? ഏട്ടൻ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നവര് ഏട്ടനെ അനുസരിക്കണം. ഏട്ടന്റെ അനിയത്തി എന്ന നിലയിൽ എന്നെ. ചാരു, ഈ സ്ഥാപനത്തിനൊരു പേരുണ്ട്. അത് വെറുതെ കളഞ്ഞു കുളിക്കരുത്. അതെ, ഈ സ്ഥാപനത്തിന്റെ പേര് കളയാനൊന്നും അല്ല ഞാൻ വന്നത്. ഏട്ടൻ എവിടെ പോകുന്നു, എങ്ങോട്ട് തിരിയുന്നു, അതൊക്കെ അറിയാനാ. ഏട്ടന്റെ മൊബൈല് പോലും ഇപ്പൊ എന്റെ കയ്യിലാ. ശരിക്കും പറഞ്ഞ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജോലിയാ ഞാനിനി ചെയ്യാൻ പോകുന്നത്. പലരുടെയും ചോദ്യത്തിന് മന്ത്രിമാരൊന്നും അല്ല മറുപടി പറയുന്നത്, അവരുടെ PS-മാരാ. ഇപ്പൊ തൽക്കാലം ഞാനും ആ പോസ്റ്റിലാകെ കൂട്ടിക്കോ.
അതെ, ഞാനിവിടെ മൊത്തത്തിലൊന്ന് നടന്നു കാണട്ടെ, എല്ലാരും ഒന്ന് പരിചയപ്പെടട്ടെ. ഷോറൂമിലേക്ക് പോയിക്കോന്ന് ഏട്ടനോട് അമ്മ പറഞ്ഞപ്പോ ഏട്ടന്റെ മനസ്സിൽ കുളിര് കോരി കാണും. വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ട ഒരുത്തിയെ കാണാലോന്ന് ചിന്തിച്ചു കാണും അല്ലേ? ആ സമയത്താ ഏട്ടന്റെ നെഞ്ചില് തീയുമായിട്ട് ഞാൻ പിന്നാലെ കൂടിയത്. ആ, അമ്മയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അല്ലാതെ ഒരിക്കലും നമ്മുടെ അമ്മ അത്ര വിശാല മനസ്കൊന്നുമല്ല എന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ. അമ്മയെക്കാളും എനിക്ക് അവളെ വെറുപ്പാ. ദീപയുടെ അങ്ങനെ നിന്നെ കല്യാണം കഴിക്കാത്തത് ദീപയുടെ കുറ്റാണോ? എങ്കിലും അവൾക്ക് ആ കല്യാണം നടക്കില്ലെന്ന് നേരത്തെ പറയായിരുന്നല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് അവള് നടന്നതേ. അവസാനം എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ഞാൻ കരയുന്നത് കാണാൻ വേണ്ടി തന്നെയാ. അങ്ങനെയുള്ളവൾ എന്റെ ഏട്ടനൊപ്പം സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയണ്ട. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണ്ട. എന്നിട്ട് നീ നല്ല ജീവിതം തേടി പോകുന്നത് സദാനന്ദന്റെ വീട്ടിലേക്കല്ലേ? അവന്റെ മോൻ നിനക്ക് ഈ ജന്മം മുഴുവൻ കരയാനുള്ള നല്ല നല്ല സമ്മാനങ്ങള് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ, എന്റെ അമ്മ വളർത്തിയ മോളാ ഞാൻ. ആ എന്നെ ഒരുത്തരും അധികം കരയിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കരയിച്ച അതിന്റെ ഇരട്ടി അവനൊക്കെ കരയേണ്ടി വരും. അതുകൊണ്ട് അത് വിട്. ഞാനേ എല്ലാരെയും ഒന്ന് കണ്ട് എന്റെ വരവൊന്ന് അറിയിക്കട്ടെ. ആരാ? എന്നോട് ആരാന്നോ? നീ ആരാ? എന്റെ ക്യാബിനിലേക്ക് വന്നിട്ട് ഒരു മാനേഴ്സും ഇല്ലാതെ ഞാൻ ആരാണെന്നോ? എനിക്ക് ഇത്രയ്ക്കൊക്കെ മാനേഴ്സ് ഉള്ളൂ. അങ്ങനെയുള്ള എന്റെ കീഴിൽ നിനക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. ഞാൻ വരുമ്പോ എഴുന്നേൽക്കണം, ഗുഡ് മോർണിംഗ് പറയണം. എനിക്ക് മാഡത്തെ മനസ്സിലായില്ല. നിന്റെ പേരെന്താ? ഹരിത. ഹരിത. എന്നിട്ട് ആ ഹരിത ഭംഗിയൊന്നും മുഖത്തില്ലല്ലോ. ഞാൻ ഇവിടുത്തെ MD ജയലാലിന്റെ പെങ്ങള ചാരുലത, സെക്കൻഡ് MD. ഓ, എന്തോന്നോ? ഇന്ന് മുതൽ ജയേട്ടൻ പറയുന്നൊക്കെ അനുസരിക്കുന്നത് പോലെ നീയൊക്കെ എന്നെ അനുസരിക്കണം. എനിക്ക് ആളെ പിടിയിട്ടില്ലായിരുന്നു. ആ, ഇപ്പൊ പിടികിട്ടിയല്ലോ. ഇനി നീ പൊസിഷൻ അറിഞ്ഞ് എന്നോട് ബിഹേവ് ചെയ്യല്ലോ. ഉറപ്പായിട്ടും. ആ, എന്താ നിന്റെ ഇവിടുത്തെ പോസ്റ്റ്? ഞാനിവിടുത്തെ സൂപ്പർവൈസറാണ്. ക്വാളിഫിക്കേഷൻ എന്താ? MBA. ആ, ഞാനും MBA. ആ, അറിയാം. എങ്ങനെ അറിയാം? സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. അതൊക്കെ നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം. എന്റെ ഏട്ടന് തിരക്കായതുകൊണ്ട് ഏട്ടനെ അങ്ങനെ ശല്യം ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തന്നോളാം. എത്രയാ നിന്റെ സാലറി? ഇപ്പൊ 30,000 ആണ്. കുറച്ച് കഴിയുമ്പോ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ കൂടി തീരുമാനിക്കും കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ. എന്റെ ഏട്ടനിനി MD കസേരയിൽ ഇരിക്കേ ഉള്ളൂ. ഈ ഷോറൂമിന്റെ ഭരണം മുഴുവൻ എനിക്കായിരിക്കും. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഇവിടെ മൊത്തം ഒന്ന് ശുദ്ധീകരിക്കാൻ. എവിടെ താമസം? സാറൊരു ചെറിയ വീടെടുത്ത് തന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ? അതെ, കൂട്ടിനൊരാള് വന്നു പോവും, ഒരു സെർവന്റ്. എന്നാ പിന്നെ ജോലി നടക്കട്ടെ. അതെ, ചോദിക്കാൻ മറന്നു. Are you married? അല്ല. കണ്ടപ്പോ തോന്നി. അപ്പോ സ്ഥിരമായിട്ട് ഇവിടെ കാണില്ലല്ലേ? കെട്ടുകഴിഞ്ഞ ഒരുത്തന്റെ പിന്നാലെ പോണല്ലോ. എന്ന് വെച്ചാ നീ പോയാ ഈ ജോലിക്ക് വേണ്ടി വേറൊരാളെ നോക്കി വെക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ജോലി നടക്കട്ടെ. ഇവള് പറഞ്ഞു കേട്ടതിനേക്കാളും പ്രശ്നക്കാരിയാ. എന്താ ചെടി? അത് ഹരിത ഇപ്പൊ വിളിച്ചിരുന്നു, ലാലേട്ടൻ ഷോറൂമിൽ എത്തിയിട്ടുണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. ഒറ്റയ്ക്കല്ല ലാലേട്ടൻ വന്നിരിക്കുന്നത്, കൂടെ അവളും ഉണ്ട്, ആ ചാരു. ഓ, ബോഡി ഗാർഡുമായിട്ടാണോ വന്നേക്കുന്നേ? അങ്ങനെയാണെന്നാ തോന്നുന്നത്. ലാലേട്ടനെ ഞാൻ വിളിച്ചപ്പോ മൊബൈൽ അറ്റൻഡ് ചെയ്തത് അവളാ. ലാലേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു.
പിന്നെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. നീ ആ മൊബൈൽ എന്റെ കൈ തന്നിരുന്നെങ്കിൽ അവള് പറഞ്ഞതിനേക്കാളും അപ്പുറം ഞാൻ പറഞ്ഞേനെ. ഇനിയിപ്പോ അവളോട് വഴക്കിട്ടിട്ട് എന്താ കാര്യം? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എനിക്കൊപ്പം വാ. നമുക്ക് രണ്ടാൾക്കും കൂടി ഇടിച്ചങ്ങോട്ട് കയറിച്ചല്ല. വെറുതെ എന്തിനാ ലാലേട്ടനെ വിഷമിപ്പിക്കുന്നെ? അതിന് പിന്നാലെ അവര് വരും, ലാലേട്ടന്റെ അമ്മ. പിന്നെ വഴക്കോട് വഴക്കായിരിക്കും. ആ ഹരിതേ വിരട്ടിന്നൊക്കെ പറഞ്ഞത്. ചാരു പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണമെന്നും പറഞ്ഞു. ഓ, അവളും MBA കാരിയാ. അതിന്റെ ഹുങ്കായിരിക്കും കാണിക്കുന്നെ. ആ സ്ഥാപനം നശിപ്പിക്കാൻ അവള് വന്നിരിക്കുന്നെ. ഞാൻ ഹരിതയോട് പറഞ്ഞിട്ടുണ്ട്, ഒരവസരം കിട്ടുകയാണെങ്കിൽ ലാലേട്ടന്റെ കയ്യിൽ മൊബൈൽ കൊടുക്കണമെന്ന്. അതിന് പറ്റാത്ത അവസ്ഥയാണെന്നാ പറഞ്ഞത്. ലാലേട്ടൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവളുടെ കണ്ണ് പിന്നാലെ ചെല്ലും. ഓ, അതിനായിരിക്കുമല്ലോ അമ്മ മോളെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ നിന്നോട് സംസാരിക്കണം, നിന്നെ ഒന്ന് കാണാനും ലാലേട്ടൻ നിന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവും. സത്യം പറയാലോ, ആ ചാരു എന്ന് പറയുന്നവളെ വീട്ടിൽ വെച്ച് കൊല്ലാൻ വേണ്ട. അവളൊരു പെണ്ണല്ലേ, കുറച്ചൊക്കെ മനസാക്ഷി വേണ്ടേ? അമ്മ വളർത്തിയ മക്കള് അമ്മയെ പോലെ സംസാരിക്കൂ, പെരുമാറൂ. ഏതായാലും ഹരിത അവിടെ ഉള്ളത് നല്ലതാ. അതുകൊണ്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ നിനക്കറിയാലോ. അതിനി ഒരു തലവേദനയാവുമെന്ന് എന്റെ പേടി. അതെങ്ങനെ? ഹരിതയ്ക്കൊപ്പം നമ്മള് താമസിക്കുന്നെന്നറിഞ്ഞ ഉറപ്പായിട്ടും ഹരിത ആ ഷോറൂമിൽ നിന്ന് പുറത്താക്കും. ഹരിതയോട് നമുക്ക് ചോദിക്കാം, ഇവിടെ താമസിക്കുന്നതില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. ഇത് ലാലേട്ടൻ എടുത്തു കൊടുത്ത വീടാ. അതുകൊണ്ട് തന്നെ ചാരുവോ അവളുടെ അമ്മയോ വിവരം അറിഞ്ഞ നമ്മള് നിഷ്പ്രയാസം പുറത്താക്കാൻ പറ്റും. അതിനു മുമ്പേ നമ്മൾ പോകുന്നതല്ലേ നല്ലത്. പിടിക്കപ്പെടുവാണെങ്കിൽ പോയാ മതി. ഹരിത ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോ ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ. ആ, എല്ലാം നിന്റെ ഇഷ്ടം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാ, നീ കുറച്ചും കൂടെ ബോൾഡ് ആവണം, തന്റെ ഇടം കാണിക്കണം. അല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതമായിരിക്കും. എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തു പോകണം. കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് നേരിട്ട് കാണണം. കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ വരില്ലേ? ഇതിനകത്ത് തന്നെ ഇരുന്നാലേ ബിസിനസ് നടക്കില്ല. എന്നാ പിന്നെ ഏട്ടൻ പൊക്കോ. നീ ഇതെങ്ങോട്ടാ? എന്റെ ഏട്ടാ, ഏട്ടൻ ഇനി എങ്ങോട്ട് പോയാലും പിന്നാലെ വരണമെന്ന അമ്മയുടെ ഓർഡർ. അതനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ എങ്ങനെ ഏട്ട ശല്യാവുന്നേ? എവിടെയെങ്കിലും പോകുമ്പോ ഞാനും കൂടെ വരും. എനിക്കും ഇതൊക്കെ പഠിക്കണ്ടേ? ഒരു MBA കാരിയാന്ന് കരുതി ഓഫീസിനകത്തിരുന്ന ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റോ? ഇതൊക്കെ പഠിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എന്റെ ഏട്ടാ, എന്നെ കല്യാണം കഴിച്ചോണ്ട് വരാൻ പോകുന്നതേ ഈ നാട്ടിലേക്കാ. അതിന് കാർത്തിയുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ അവന്റെ വീടും ഈ ഷോറൂമും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് എത്ര എളുപ്പമാവും. ഞാൻ ഇന്നേ വരെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും വച്ചിട്ടില്ല. 24 മണിക്കൂറും എന്റെ കൂടെ ആരും ചുറ്റി തിരിയാറുമില്ല. അപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് ദീപയെ ജോലിക്ക് വെച്ചിരുന്നതോ? അവളെ കൊണ്ടേട്ട് പുറത്തൊക്കെ പോവായിരുന്നല്ലോ. ഞാൻ എന്റെ ബിസിനസ് പരമായ യാത്രകളിൽ ഒരിക്കലും ദീപയെ കൂട്ടിയിട്ടില്ല. എന്തായാലും എനിക്ക് ഏട്ടനൊപ്പം വന്നേ പറ്റൂ. ഇനിയിപ്പോ അത് ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ പറയട്ടെ വരണ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. വേണ്ട. അതെന്താ അങ്ങനെ? അമ്മയാ എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ജയേട്ടനല്ല. അതുകൊണ്ട് അമ്മ പറയുന്നത് എനിക്ക് കേട്ടേ പറ്റൂ. ഓ, അമ്മയെക്കാളും മോശമാണല്ലോ നിന്റെ സ്വഭാവം. അത് ശരി. അപ്പൊ അമ്മയുടെ സ്വഭാവം മോശമെന്നല്ലേ പറഞ്ഞു വരുന്നത്? ആ, എന്താ സംശയം? ആൺമക്കളെ ഇങ്ങനെയിട്ട് വട്ടം ചുറ്റിക്കുന്ന അമ്മയുടെ സ്വഭാവം നല്ലതാണെന്നാണോ? ഇത് ഞാൻ ഇതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ആ, പറഞ്ഞു കൊടുക്കും. എന്റെ ജീവിതം മൊത്തം താറുമാറായി. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ സംഭവിച്ചോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. ഞാനായിട്ട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നൊന്നുമല്ല. ഏട്ടൻ എത്രയൊക്കെ അമ്മയെ തള്ളി പറഞ്ഞാലും എന്റെ അമ്മ ശരിയാണെന്നേ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നൊക്കെ ഞാൻ അക്ഷരപ്രതി അനുസരിച്ചിരിക്കും. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതേ ദീപയോടുള്ള ദേഷ്യമാണ്. എന്താ സംശയം?
അങ്ങനെ തന്നെയാ. അവളും ഏട്ടനും തമ്മിൽ ഇനി ഒന്നിക്കാൻ പാടില്ല. അത് അമ്മയേക്കാൾ നിർബന്ധം ഇപ്പൊ എനിക്കാ. എടി, സത്യമുള്ള പെൺകുട്ടിയാ ദീപ. അതുകൊണ്ട് ഇനി എന്നായാലും ഞാനും ദീപയും തമ്മിൽ ഒന്നിച്ചിരിക്കും. ഞാനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഏട്ടന്റെ നിഴലായി കൂടെ ഉണ്ടാവും. വെറുതെ തർക്കിക്കാതെ ഏട്ടൻ വണ്ടി എടുക്കാൻ നോക്ക്. ലാലേട്ടന് ഇടം വലം തിരിയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ അമ്മ. ഒരു തരത്തിലും ദീപയും ജയലാലും തമ്മിൽ കാണരുത്. അവൾക്കും അവളുടെ അമ്മയ്ക്കും അത് മാത്രമേ ഉള്ളൂ. നിൽക്ക. രജനിക്ക് പിന്നാലെ ദീപയും പോയി. ഇപ്പൊ നിനക്ക് സന്തോഷായല്ലോ അല്ലേ? അത് പിന്നെ സന്തോഷാവില്ലേ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ സ്വന്തം വീട്ടിലല്ല താമസിക്കേണ്ടത്, ഭർത്താവിന്റെ വീട്ടിലാ. അതിന് കഴിയുന്നില്ലെങ്കിലേ വേറെ എവിടെങ്കിലും പോയി താമസിക്കണം. ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് അധികാരാ ഉള്ളത്? ഞാൻ നിന്റെ അവളുടെ നാത്തൂന. അതാണ് എന്റെ അധികാരം. പിന്നെ നിങ്ങളാരും വിഷമിക്കണ്ട. അവക്കറിയാം ഭർത്താവ് ഇല്ലെങ്കിലും എങ്ങനെ ജീവിക്കണമെന്ന്. കല്യാണത്തിന് മുമ്പ് തന്നെ പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള മാർഗം അവള് കണ്ടെത്തിയതാ. പിന്നെ കൂട്ടിന് വേറൊരുത്തിയുണ്ടല്ലോ, രചന. അവൾക്കൊപ്പമാണ് നിങ്ങളുടെ മകള് പോയതെങ്കിലേ അടിപൊളിയായിട്ട് ജീവിച്ചോളൂ. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതേ നീയും നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളുവാ. സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വഭാവ നിങ്ങളുടെ രണ്ട് പെമ്മക്കും കിട്ടിയിരിക്കുന്നത്. ദിലീപേട്ടന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ച് ക്രോസ് വിസ്താരം ചെയ്തു. അങ്ങനെയാണെങ്കിലേ ആദ്യം വിസ്തരിക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ അഴിഞ്ഞാടി നടന്നതിന് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനമായി ഈ സസ്പെൻഷൻ. അത് ഒരു തവണ അല്ലല്ലോ, ഒരുപാട് തവണ ജോലിന്ന് പുറത്തായല്ലോ. പേരുദോഷം കേൾപ്പിക്കുന്ന സ്ത്രീകൾക്ക് ജോലിന്നും കുടുംബജീവിതത്തിൽ നിന്നും ഒക്കെ പുറത്തു പോകേണ്ടി വരും. അമ്മയാണ് പെൺമക്കളുടെ വഴികാട്ടി. അമ്മമാര് വഴിതെറ്റിയാലേ പിന്നെ പെൺമക്കളും ചീത്തപ്പേര് കേൾപ്പിക്കും. കണ്ണിക്കണ്ട വാടക ഗുണ്ടകൾക്കൊപ്പം ചുറ്റിയടിച്ച് നടക്കും. അടിമുടി മാറാല പറ്റിയ ഒരുത്തിയാണോ എന്നെ എന്റെ വീട്ടുകാരെയും പഴിക്കുന്നത്? പറയടി, ഇനിയും പറ. പറയും ഞാൻ. എനിക്കങ്ങനെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. മൂത്തവള് പേരുദോഷം കേൾപ്പിച്ചിട്ടും അവക്കൊരു ജീവിതം കിട്ടി. അവളെ കെട്ടിക്കൊണ്ടു പോയവനൊപ്പം ജീവിക്കാൻ നിങ്ങളുടെ മോക്ക് കഴിയാത്ത സ്ഥിതിക്ക് ഇനിയിപ്പം നിങ്ങളുടെ ഈ രണ്ട് പെമ്മക്കളും അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. അമ്മ നന്നായാലേ മക്കള് നന്നാവും. അമ്മയ്ക്ക് ഭർത്താവിനെ വേണ്ട. നിങ്ങൾക്ക് ഇവരുടെ അച്ഛന്റെ സ്ഥാനത്ത് നിർത്താൻ താല്പര്യം മറ്റാണുങ്ങളെയാ. സുഹൃത്തുക്കള് ചമഞ്ഞു വരുന്ന അന്യ പുരുഷന്മാരെ. ഒന്നുകൂടെ കൊടുക്കാമേ. ഡീ, എന്റെ അമ്മയോട് നിന്റെ സംസ്കാരത്തിൽ സംസാരിച്ചാലുണ്ടല്ലോ, നിന്നെ കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. തൂക്കടി, തൂക്ക്. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. കൈതരിച്ചാ കാരണത്ത് തല്ലുമല്ലേ? കാണിച്ചു തരാം. ഇതിനുള്ള മറുപടി ഞാൻ തരും. കാത്തിരുന്നോ അമ്മേ മോളും. അവളുടെ കരണത്ത് ഒന്നുകൂടെ കൊടുത്തൂടായിരുന്നു അമ്മയ്ക്ക്. അവൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ. എങ്ങോട്ടെങ്കിലും പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ.